കേരളത്തിലെ ഏറ്റവും വലിയ കോമിക് ഇവന്റായ കൊച്ചി ഇൻഡി കോമിക്സ് ഫെസ്റ്റിന്റെ 2023 എഡിഷൻ എറണാകുളം വുമൺസ് അസോസിയേഷൻ ഹാളിൽ ഡിസംബർ 17 അതിഗംഭീരമായി തന്നെ നടന്നു. മുൻ വർഷങ്ങളെക്കാൾ കൂടുതൽ ക്രിയേറ്റേഴ്സും ഓഡിയൻസും ഉണ്ടായ ഈ ഇവന്റിൽ ഒട്ടും പ്രതീക്ഷിക്കാതെ കണ്ട പ്രമുഖരും പിന്നെ അവസാനം നിന്ന് സർപ്രൈസ് അനൗൺസ്മെന്റും കൂടി ആയപ്പോൾ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ദിനങ്ങളിലൊന്നായി ഈ ദിവസം മാറി. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി മുതൽ സാക്ഷാൽ മിന്നൻമുള്ളിയുടെ കോമിക്സ് ആർട്ടിസ്റ്റ് വരെ പങ്കെടുത്ത ഈ ഇവന്റ് ഇന്ന് നമുക്കൊന്ന് മുഴുവൻ കറങ്ങി കാണാം. വെൽക്കം ടു കോമിക് മന്ത്ര. ഞാൻ ശ്രീനന്ദൻ, ചെങ്ങന്നൂർ. മായാവി, ലുട്ടാപ്പി, കബീഷ് തുടങ്ങി നമ്മുടെ കുട്ടിക്കാലത്ത് അനശ്വരമാക്കിയ കഥാപാത്രങ്ങൾ സൃഷ്ടിച്ച മോഹൻദാസ് സാർ ചീഫ് ഗസ്റ്റ് എത്തിയതായിരുന്നു ഇക്കൊല്ലം ICFലെ ഏറ്റവും വലിയ ഗോൾഡൻ മൊമെന്റ്. അദ്ദേഹത്തിന്റെ ക്യാരക്ടേഴ്സ് ഉൾപ്പെട്ട ഫാനായിട്ട് നൽകി ആദരിച്ചു. അതോടൊപ്പം ആദ്യത്തെ കബീഷ് ഇഷ്യൂവും പുതിയ കബീഷ് ഇഷ്യൂവും അദ്ദേഹം സൈൻ ചെയ്തു. നമുക്കിനി ഇവിടുത്തെ കോമിക് ക്രിയേറ്റേഴ്സുമായിട്ടൊക്കെ സംസാരിക്കാം. ആദ്യം തന്നെ തമിഴ്നാട്ടിൽ നിന്ന് ഒരു ക്രിയേറ്റർ എത്തിയിട്ടുണ്ട്. സോ നമുക്ക് ആദ്യം അങ്ങോട്ടേക്ക് പോവാം. Cool. So this event has been great. Like I got a good exposure, met a lot of other artists also, and got to showcase a lot of my works. And this event I was able to debut my first biggest project so far, which is Threshold of Rupture. And yeah, like even the comic about Fort Kochi was very popular. A lot of people loved it, and I even got to showcase prints on Tira that I did. So overall it was great. Met a lot of artists, met a lot of people, and got to share my work, which was the best part. അടുത്ത ക്രിയേറ്റർ മലയാളിയായ കല്യാണിയാണ്. കല്യാണിയുടെ മാറ്റിനി എന്ന കോമിക്സ് ഞാൻ അടുത്തിടെ വായിച്ചതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് മനസ്സിലൊന്നാണ്. അപ്പോൾ കല്യാണിയോട് കോമിക്സിനെ പറ്റിയിട്ടും ഇവന്റിനെ പറ്റിയിട്ടും ചോദിക്കാം. ഞാൻ കല്യാണി. ഞാൻ ബേസിക്കലി ഒരു ആനിമേറ്റർ ആണ്, സ്റ്റുഡൻറ്റാ. അപ്പം ഇപ്രാവശ്യം ഞാൻ കൊച്ചി ICFൽ ആദ്യമായിട്ട് ഡിസ്പ്ലേ ചെയ്യുന്ന. ബാംഗ്ലൂർ ICF ഒരു 2 മാസം മുന്നേ ഞാൻ ഡിസ്പ്ലേ ചെയ്തിരുന്നു. അന്ന് നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് തോന്നി. ഈ കോമിക് ആർട്ടിസ്റ്റ് എല്ലാവരും കൂടി ഒരു സ്പേസിൽ ഒരുമിച്ച് അവരുടെ പാഷൻ ഒരുമിച്ച് ഷെയർ ചെയ്യാന്നുള്ള ഒരു നല്ല കാര്യമായിട്ട് തോന്നി. ആൻഡ് ബാംഗ്ലൂർ ICF I had a blast. So I thought I can't miss കൊച്ചി ICF this time. അപ്പം ഇപ്രാവശ്യം ഞാൻ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന മാറ്റിനി എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഫസ്റ്റ് ഗ്രാഫിക് നോവല. അത് story is based on a group of girls going to watch an adult film in the 90s. അപ്പം ഇതുവരെയായിട്ടും നന്നായി പോകുന്നു, നല്ല റെസ്പോൺസാ. അങ്ങനെ ഓരോ ക്രിയേറ്റേഴ്സിനും കണ്ട് നടന്നു വന്നപ്പോഴാണ് നമ്മുടെ സ്വന്തം KSRTC ഇതേ കോമിക്സ് കിടക്കുന്നു. അതും ഈ കോമിക്സ് ചെയ്തൊരു മലയാളി അല്ല എന്നതാണ് ഏറ്റവും കൗതുകകരമായ കാര്യം. Yeah, my name is Shobik. I am from Bangalore and I have put up my stall. I run an Instagram page called Lalbati Comics, and this is my work over here, as you can see. So I thought of localizing my content a little bit, and here I have made a few one-page comics on this thing, the humble Anavandi, or which is popularly known as the KSRTC bus in Kerala. But the thing is, I have been to a lot of states in India, and this thing, particularly in the south, especially in Kerala, I've seen that there's a lot of passion for your this thing, for the state government buses over there. I mean, they are a subject of memes. People make a lot of jokes on them. People also make a lot of content on them, a lot of animation renders as well. So I find that thing really very intriguing. So I thought, why not jump into the bandwagon and check. അടുത്തതായി ഇതേ ഒരു ഷോർട്ട് ഹോർ കോമിക്സ് സീ ടുമോറോ. ഇതിന്റെ കവറാണ് എന്നെ ആകർഷിച്ചത്. കുട്ടികളുടെ ടോർച്ച് ഉപയോഗിച്ചത് സെയിം കാര്യം ഞാൻ ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിയോട് ഈ കോമിക്സിനെ പറ്റി ചോദിക്കാം. Hi, this is Nishu Palan, and I'm from Udupi, and this is my first comic. It's about a man's pursuit towards his desires and obsession, and where it leads him. This is a comic which has come up about by compiling different ideas of mine into one. കോമിക് മന്ത്രയുടെ കഥകൾ എന്ന ഡോക്യുമെന്ററി സീരീസ് കണ്ടവർക്ക് വളരെ സുപരിചിതനാകും ജോഷി ബെനഡിക്ട് സാർ. അദ്ദേഹത്തിന്റെ പന്നിമലത്ത് എന്ന ഹിറ്റ് കോമിക്സ് ഇപ്പോൾ ഇംഗ്ലീഷിലും പ്രിന്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അദ്ദേഹവുമായി സംസാരിക്കാം. പന്നിമലത്ത് ആദ്യം മലയാളത്തിലാണ് ചെയ്തിരുന്നത്. അപ്പോൾ അത് സ്വന്തമായിട്ട് പബ്ലിഷ് ചെയ്യുക ചെയ്തിരുന്നത്. അന്ന് ആദ്യത്തെ ഇന്ത്യ കോമിക്സ് ഫെസ്റ്റ് വരുമ്പോൾ അതിൽ ഞാൻ പങ്കെടുത്തിരുന്നു, സെൽഫ് പബ്ലിഷ് ചെയ്തിട്ട് പന്നിമലത്തായിട്ട്. അപ്പോൾ അത് നല്ല റെസ്പോൺസ് ഉണ്ടായിരുന്നു. പിന്നീട് അത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് നടന്നത്. പിന്നെ രണ്ടാമത്തെ കോമിക്സ് ഫെസ്റ്റിലും പങ്കെടുത്തിരുന്നു. അന്ന് സ്വന്തമായിട്ട് പബ്ലിഷ് ചെയ്തുകൊണ്ട് അധികം ആൾക്കാരിലേക്ക് എത്തിക്കാൻ എനിക്ക് പറ്റിയില്ല. നമ്മുടെ മാർക്കറ്റിങ്ങിൻ്റെ അറിവില്ലായ്മ കൊണ്ടും അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട്. പിന്നീട് ഇത് ഒരു പബ്ലിഷറെ കിട്ടുമോ എന്നുള്ള ശ്രമം നടത്തി മലയാളത്തിൽ. പക്ഷേ അതിലൊരു പുരോഗതി ഉണ്ടാക്കാൻ പറ്റിയില്ല. കാരണം ഇത് ഫുൾ കളറാണ്. അപ്പോൾ അതിൻ്റെ ബിസിനസ് വെച്ച് നോക്കുമ്പോൾ അവർ അതിനൊരു ബുദ്ധിമുട്ടായിട്ട് പറയുന്നു. അതൊരു പറഞ്ഞത് കാര്യം തന്നെയാണ് മലയാളത്തിലെ ചെറിയൊരു ഏരിയയിൽ. പിന്നീട് നമ്മളത് ഇംഗ്ലീഷാക്കാൻ തീരുമാനിച്ചു. അപ്പോൾ അങ്ങനെ നമ്മൾ അന്വേഷിച്ചൊരു മുരളി, KK മുരളീധരൻ, നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ സുഹൃത്താണ്. മൂപ്പരെ കണ്ടെത്തി. മൂപ്പരത് മലയാളം കണ്ടപ്പോൾ തന്നെ ഉപരി നല്ല ഇൻട്രസ്റ്റ് ആയിട്ട് ഉപരി ചെയ്തു തന്നു, പെട്ടെന്ന് തന്നെ ചെയ്തു തന്നു, നന്നായിട്ട് ചെയ്തു തന്നു. പിന്നെ ഞങ്ങൾ പല ബന്ധങ്ങൾ വഴിക്ക് ഇത് പല പബ്ലിഷേഴ്സിൻ്റെ അടുത്ത് എത്തിക്കാൻ പറ്റുമെന്ന് അന്വേഷിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ചില സുഹൃത്തുക്കൾ വഴിയാണ് ഇത് ഹാർപ്പർ കൊളീസിലെത്തിയത്.
അവർ അവിടുത്തെ രാഹുൽ സോണി മൂപ്പര് കണ്ടപ്പോൾ തന്നെ അത് പെട്ടെന്ന് ഇൻട്രസ്റ്റ് ആയി മൂപ്പര് ചെയ്യാന്നുള്ള മട്ടിൽ പറഞ്ഞു. അങ്ങനെയാണ് ഇപ്പോൾ കാണുന്ന ബിഗ് ഫ്ലിപ്പിലേക്ക് എത്തിയത്. അദ്ദേഹത്തിന് ഇന്റർവ്യൂ എടുത്ത് തിരിച്ചു വരുമ്പോഴാണ് ഇതേ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി അവന്റെ കോമിക് സെലക്ഷനുമായി നിൽക്കുന്ന കണ്ടത്. എൻ്റെ പേര് ബാലകൃഷ്ണ എസ്. ഞാൻ 7ാം ക്ലാസ്സിലാണ്. പിന്നെ ഞാൻ 2ാം ക്ലാസ് തൊട്ടാണ് ഈ കോമിക് ബുക്കൊക്കെ ചെയ്യാൻ തുടങ്ങിയത്. സ്റ്റോറിയൊക്കെ എൻ്റെതാണ്, ക്യാരക്ടേഴ്സൊക്കെ എൻ്റെ കൂട്ടുകാർ തന്നെയാണ്. എല്ലാം ഒരിക്കലും ഫിക്ഷണൽ അല്ല, അതാണ് മെയിൻ. ഫ്രണ്ട്സ് തന്നെയാണ് കഥയിലെ നായകൻ. പിന്നെ ചില കഥയിലൊക്കെ ഞാനും ഉണ്ട് ക്യാരക്ടറായിട്ട്. അടുത്തതായി സിദ്ധാർത്ഥ് രാജ് എന്ന ക്രിയേറ്റർ ICF-ന് 3ാം വട്ടം എത്തിയിരിക്കുകയാണ്. എൻ്റെ പേര് സിദ്ധാർത്ഥ്. ഞാനിവിടെ സ്ലോത്ത് സ്റ്റോറി കോമിക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു 10 കൊല്ലമായിട്ട് ഞാൻ കോമിക്സ് വരയ്ക്കുന്നുണ്ട്. കോമിക് സ്ട്രിപ്സ് ആണ് മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഇപ്പം ഇങ്ങനെ ഇവൻറ്റ്സ് വരുമ്പോൾ മാത്രം ഐ മേക്ക് ദം കമ്പൈൽ ദം ആൻഡ് മേക്ക് ദം ടു എ ബുക്ക്. അപ്പോൾ ഇവിടെ ഞാൻ പേപ്പർ കട്ട് എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഇത് 3ാമത്തെ ബുക്കാണ്. സോ ഈ ബുക്ക് ഇറ്റ്സ് മോസ്റ്റ്ലി അബൌട്ട് ദ സ്ട്രഗിൾസ് ആൻഡ് കോൺഫ്ലിക്ട്സ് ദാറ്റ് യു ഹാവ് with yourself on a daily basis. So adine ende perspective na adine I tried to bring it out. Ividuthe community felt like very inclusive. Appo pinna I thought വീണ്ടും ചെയ്യാന്നുള്ളത്. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ ഇത് 3ാമത് ഞാൻ വിചാരിച്ചു ഐ മേക്ക് എ ബുക്ക് ഫോർ ദിസ് ഇവന്റ്. അങ്ങനെ വന്നതാണ്. അങ്ങനെ എല്ലാവരോടും സംസാരിച്ച് ഇങ്ങനെ നടന്നു വന്നപ്പോൾ നമ്മുടെ സ്വന്തം മിന്നൽ മുരളിയും അവനെ ശ്രീമന്നാരായണയും KGF ഒക്കെ ഇരിക്കുന്നു. മിന്നൽ മുരളിയുടെ ആദ്യ കോമിക്സിന്റെ ക്രിയേറ്റർ തന്നെയാണ് ഇതിനെല്ലാം പിന്നിലുള്ളത്. സോ നമുക്ക് അദ്ദേഹവുമായി സംസാരിക്കാം. ഇത് മിന്നൽ മുരളിയുടെ ഒഫീഷ്യലായിട്ട് ചെയ്ത വർക്കാണിത്, കോമിക്കായിട്ട്. ഇത് മൈത്രി നെറ്റ്ഫ്ലിക്സ് ടീമിന് വേണ്ടി ചേർന്ന് ചെയ്തതായിരുന്നു. ഇത് ആ ഒരു സമയത്ത് മനോരമ പത്രത്തിലൊക്കെ വന്നിരുന്നത്. അതിപ്പോൾ നമ്മളിപ്പോൾ ഒരു ബുക്കാക്കി മാറ്റിയേക്കുന്നതെന്ന് മാത്രം. ഇത് നമ്മുടെ സ്വന്തം ഒരു സുഹൃത്ത് എഴുതിയ സ്റ്റോറിയാണിത്. അത് ജസ്റ്റ് നമ്മളൊരു വലിയ ഭീകര കഥയൊന്നുമല്ല, ചെറിയൊരു സ്റ്റോറി. അത് നമ്മൾ ജസ്റ്റ് വിഷ്വലൈസ് ചെയ്ത് കോമിക്കായിട്ട് പബ്ലിഷ് ചെയ്ത് മാത്രം. ക്രിയേറ്റേഴ്സിനെ കാണുന്നതിനുള്ള യാദൃശികമായിട്ടാണ് നമുക്ക് ഏറെ പ്രിയപ്പെട്ട ആനന്ദം പൂക്കാലം എന്നീ സിനിമകൾ സംവിധാനം ചെയ്ത ഗണേഷ് രാജ് ICF കാണാൻ എത്തിയിരിക്കുന്നത് കണ്ടത്. ഇവൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നെന്ന് അദ്ദേഹത്തോട് ചോദിക്കാം. ഹായ്, എൻ്റെ പേര് ഗണേഷ്. ഞാൻ ആനന്ദം പൂക്കാലം 2 ഫിലിംസിൻ്റെ റൈറ്റർ ആൻഡ് ഡയറക്ടറാണ്. ഞാൻ ആദ്യമായിട്ടാണ് കോമിക് ഫെസ്റ്റ് വരുന്നത് ഇവിടുത്തെ. നമ്മൾ പുറത്ത് കോമിക് കോണിനൊക്കെയാണ് പോയിട്ടുള്ളത്. ബട്ട് ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നു. ഇത്രയും മലയാളി ആർട്ടിസ്റ്റിനെ ഒരുമിച്ച് കാണും, ഭയങ്കര സന്തോഷമുണ്ട്. ആൻഡ് എല്ലാം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള യങ് ആയിട്ടുള്ള വോയിസസ് ആണ്. ആർട്ട് സ്റ്റൈൽ ആയാലും ശരി, അതിൻ്റെ അവർ ചൂസ് ചെയ്യുന്ന ടോപ്പിക്സ് ആയാലും ശരി, അതിൻ്റെ ഒരു ഫിനിഷ് ആയാലും ശരി. അപ്പോൾ ഇത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം വരുന്നുണ്ട്. ഇത്രയും ടാലൻ്റ് ആയിട്ടുള്ള കുട്ടികൾ ഒരു സ്ഥലത്ത് ഇങ്ങനെ കാണുന്നു, അവർക്ക് ഇത്ര ഓപ്പർച്യൂണിറ്റി കിട്ടുന്നു, ഇത്രയും ആൾക്കാർ കാണാൻ വരുന്നു. എനിക്ക് തോന്നുന്നു ഉച്ചയാകുമ്പോൾ തന്നെ ഇത്രയും തിരക്കുണ്ടെങ്കിൽ ഈവനിങ് ആകുമ്പോൾ എന്താവും നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ അതൊരു വളരെ വലിയ സക്സസ് ആയി മാറട്ടെ. ഇവിടെ നിന്നുള്ള എല്ലാവരും സക്സസ്ഫുൾ ഓത്തേഴ്സും കോമിക് ആർട്ടിസ്റ്റുമായി മാറട്ടെ എന്നുള്ളതാണ് ഏറ്റവും വലിയ ആഗ്രഹം. താങ്ക് യു. വിക്രമാദിത്യൻ വേതാളം കഥകൾ കുട്ടിക്കാലത്ത് നമ്മളെ ഒരുപാട് രസിപ്പിച്ചതാണ്. ഇപ്പോൾ അതിന്റെ കോമിക് അഡാപ്റ്റേഷനുമായി ടീം വൃന്ദ കവി ഇവിടെ എത്തിയിട്ടുണ്ട്. As you can see, we have made 5 chapters so far. We are planning to do 10 chapters total, and these are our first comic book series. Highlight the Indian folk tales and all in a comic book format, and so that young generation who can who read manga and watch anime, they can relate to it. I like manga and anime, so my art style is kind of similar to that. അടുത്തായിട്ട് എനിക്ക് ഈ ഒരു ICF-ൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയ കോമിക്സിൽ ഒന്നായി ഭൂതമാണ്. കോമിക്സ് മാത്രമല്ല, അതിലെ ക്യാരക്ടേഴ്സിനെ ബേസ് ചെയ്തുള്ള കാർഡ്സും ഉണ്ട്. നമുക്ക് ഷഫിൾ ചെയ്ത് നമ്മുടെ ഭൂതം ക്യാരക്ടർ മാജിക് പവർ ഏതാണെന്ന് കണ്ടെത്താം. ഓൾസോ ആ കാർഡ് ഫ്രീ ആയി നമുക്ക് കൊണ്ടുപോവുകയും ചെയ്യാം. അപ്പോൾ ഈ ഭൂതം കോമിക്സിനെ പറ്റിയിട്ട് ക്രിയേറ്റർ ഇനി പറയും. As amazing as everything else is, I think it's a story that happens in Kerala, as we are in Kochi right now. I'm also from Kerala. So the story takes place in a village called Bhudapuram. So the village itself is haunted in many ways. And at the same time, the guy who was used to protect the village has fallen. So some kids coming to the village and taking care of his business. That's what's happening in the whole comic. ഇങ്ങോട്ട് വരുന്ന വഴിക്ക് കൊച്ചി മെട്രോ സ്റ്റേഷനിൽ കുറേ കാരിക്കേച്ചേഴ്സ് കണ്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്നപ്പോൾ കാരിക്കേച്ചേഴ്സ് എല്ലാം വരച്ച് സജീവ് സാറിന് ഇവിടെ ഇരിക്കുന്നു. പിന്നെ എൻ്റെ ക്യാമറമാൻ്റെ കാരിക്കേച്ചറും പുള്ളി വരച്ചു തന്നു. സോ ഞങ്ങൾ ഹാപ്പി, പുള്ളി ഹാപ്പി. ഒരുപക്ഷെ നിങ്ങളിൽ പലരും വായിച്ചു കാണും കാന്തമലരിതം എന്ന നോവൽ ട്രിലജി. ഇന്ത്യൻ, ഈജിപ്ഷ്യൻ, ഗ്രീക്ക് തുടങ്ങി മിത്തോളജീസും ഹിസ്റ്ററിയും ഒരുമിപ്പിച്ച് ഒരു ഒന്നൊന്നര എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഒരു ബുക്ക് സീരീസ് ആണിത്. ICF കാണാൻ ഇപ്പോൾ കാന്തമലരിതം റൈറ്റർ വിഷ്ണു MC എത്തിയിട്ടുണ്ട്. ആക്ച്വലി ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കോമിക്സ് ഫെസ്റ്റിന് പങ്കെടുക്കുന്നത്. വെരി നൈസ്. പ്രതീക്ഷയിലേയും കാട്ടിയും നല്ലൊരു അറ്റ്മോസ്ഫിയറും നല്ലൊരു പരിപാടിയായിട്ട് തോന്നുന്നുണ്ട്. പിന്നെ ആക്ച്വലി ഈ കാന്തമല ചരിതം ട്രിലോജി ഇവിടെ ലാസ്റ്റ് ആയി കഴിഞ്ഞു. പിന്നെ അതിൻ്റെ
കുറച്ച് ആ യൂണിവേഴ്സിൽ വരുന്ന കുറച്ച് സ്റ്റാൻഡേർഡ് സ്റ്റോറീസ് ഇങ്ങനെ കോമിക് രൂപത്തിൽ ഒരു കോമിക്സ് ആക്കണം എന്നുള്ളൊരു ഐഡിയ ഉണ്ട്. ആക്ച്വലി ഇങ്ങോട്ട് വന്നത് തന്നെ അതിൻ്റെ ഒരു സാധ്യതയെക്കുറിച്ച് അതിൻ്റെ പോസിബിലിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാനും കൂടിയാണ്. ഒരു വലിയൊരു കമ്മ്യൂണിറ്റി ഇങ്ങനെ കേരളത്തിലുണ്ട്, അതിനെ ഫോളോ ചെയ്യുന്ന കുറച്ച് പേരുണ്ട് എന്നറിയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ലെറ്റ്സ് സീ ഫ്യൂച്ചറിൽ കാന്തമലചരിതത്തിൻ്റെയും ഒരു കോമിക് രൂപത്തിൽ ഇവിടെ വന്നിരിക്കാനുള്ള ഒരു ഒരു ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് വിചാരിക്കുന്നു. അടുത്തതായി ഒരു കാലത്ത് മലയാളികളെ ത്രസിപ്പിച്ച മലൈ പബ്ലിക്കേഷൻസ് വീണ്ടും റിവൈവ് ചെയ്തെത്തിയിരിക്കുകയാണ്. വനരാജൻ എന്ന പഴയ സൂപ്പർ ഹീറോ വീണ്ടും പുസ്തകത്താളുകളിൽ എത്തിയിരിക്കുന്നു. അടുത്തതായി മലൈ കോമിക്സിന്റെ തന്നെ മറ്റൊരു റൈറ്റർ ആൻഡ് ആർട്ടിസ്റ്റായ ഷാഫി കരുവാറ്റയും നമുക്കൊപ്പം ഉണ്ട്. കോമിക് മന്ത്ര ചാനലിന്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ വളരെയധികം സന്തോഷവാനായി അദ്ദേഹം ഞങ്ങളോട് കുറേ സംസാരിച്ചു. ഇത്തരം ഒരു കൂട്ടായ്മ ആദ്യമായിട്ട് കാണും, അതൊരു കാര്യം. രണ്ടാമത്തെ കേസ്, ഈ സ്റ്റൈലൈസ്ഡ് ഫോമിലെ പുസ്തക കമ്പനികളാണ് കൂടുതലും. അപ്പോൾ ഈ സ്റ്റൈലൈസ്ഡ് ഫോമിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ഒബ്സർവേഷനും അധ്വാനവും ക്ലാസിക്കൽ ഫോമിനുണ്ട്. ഇപ്പം നമ്മൾ ശാസ്ത്രീയ സംഗീതം പാടുന്നതാണ് കാര്യം, ഒരു സിനിമാ പാട്ട് പാടും. ഒരു 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി ഡോട്ട് പെന്നുകൊണ്ട് ഒരു കോമിക് ബുക്ക് വരച്ച് അവിടെ വെച്ചോണ്ടിരിക്കുന്നത്. അപ്പോൾ ആ കോമിക് ബുക്കും നമ്മൾ മറ്റ് സ്റ്റൈലൈസ്ഡ് കോമിക് ബുക്കുമായിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ല. പിന്നെ എന്നെ ആകർഷിച്ച കാര്യം യുവാക്കളുടെ നിര തന്നെയാണ്. പിന്നെ ഞാനിവിടെ മലൈ പബ്ലിക്കേഷനിലെ ഗസ്റ്റായിട്ട് വന്നതാണ്. അപ്പോൾ അങ്ങനെ വന്നിട്ട് ഇവിടെ വന്ന് പരിചയപ്പെട്ട ആളുകളൊക്കെ നമ്മളോട് കാണിക്കുന്ന സ്നേഹവും താല്പര്യവും അതെനിക്ക് വേറിട്ട അനുഭവം തന്നെയാണ്. എല്ലാവരോടും ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു, ഇതിനകത്തൊരു നിരീക്ഷണ പാഠമുണ്ട്, അതോടൊപ്പം തന്നെ ആധുനിക സാങ്കേതിക വിദ്യ എങ്ങനെ ഉപയോഗിക്കാമെന്നുള്ള കണ്ടുപിടുത്തങ്ങളുണ്ട്. അതെല്ലാം പ്രതീക്ഷിക്കുന്നത് ന്യൂ ജനറേഷനിൽ. തൻ്റെ കോമിക്സിനെ കുറിച്ച് തൊട്ട് വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ള ട്രിക്സ് വരെ പറഞ്ഞു തന്ന് അദ്ദേഹം വളരെയധികം സന്തോഷവാനായി മടക്കി. തിരക്ക് സമയപരിധിയും കാരണം വിട്ടുപോയ കുറേ പേരുണ്ട്. ജെയിംസ് ബോണ്ട് കോമിക്സിലും ഡാർക്ക് ഹോഴ്സിലും വർക്ക് ചെയ്ത ലിലോ റോഷ്, തമിഴ് പെർഫെക്ഷൻ കോമിക്സുമായി വന്ന ബാഫ്ത പബ്ലിക്കേഷൻസ്, അങ്ങനെ കുറേ പേര്. അങ്ങനെ ICF അവസാനിക്കാറായപ്പോഴാണ് ആ ഒന്നൊന്നര സർപ്രൈസ് വന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ പോപ്പ് കൾച്ചർ ഫെസ്റ്റിവലായ കേരള പോപ്കോണിൻ്റെ അനൗൺസ്മെൻറ്റ്. ICFൽ കോമിക്സ് മാത്രമായിരുന്നെങ്കിൽ പോപ്കോണിൽ അതിനു പുറമെ മൂവീസ്, സീരീസ്, ഗെയിമിംഗ്, ബുക്സ്, യൂട്യൂബേഴ്സ്, അങ്ങനെ ഒരുപാട് മേഖലയിലെ പോപ്പ് കൾച്ചർ കമ്മ്യൂണിറ്റീസ് ആൻഡ് പേഴ്സൺസിനെ നമ്മൾ ഒരുമിപ്പിക്കുകയാണ്. 2024 ജനുവരി 28 എറണാകുളം പനമ്പള്ളി നഗർ ബാലഭവൻ റോട്ടറി ഹാളിൽ വെച്ചാണ് ഇവന്റ് നടക്കുക. ഇവന്റിന്റെ കൂടുതൽ ഡീറ്റെയിൽസിനായി ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അങ്ങനെ കഴിഞ്ഞ വർഷത്തെക്കാളും ഫാർ ബി എക്സ്പീരിയൻസ് നൽകി ഈ വർഷത്തെ ഇന്ത്യ കോമിക്സ് ഫെസ്റ്റ് കൊടിയിറങ്ങി. ഇനിയും കേരളത്തിലെ കോമിക് കൾച്ചർ റിവൈവ് ചെയ്യാൻ ICFും പോപ്കോണും മറ്റ് ഇവന്റ്സും ഉണ്ടാകും. അതിൽ ഈ വീഡിയോ കാണുന്ന ഇവയെല്ലാം നെഞ്ചിലേറ്റുന്ന പ്രേക്ഷകരും ഒപ്പം ഉണ്ടാകുന്ന പ്രതീക്ഷയോടെ വിടവാങ്ങുന്നു. ദിസ് ഈസ് റിനജൻ കന്നൂർ സൈനിങ് ഓഫ് ഫ്രം കോമിക് മന്ത്ര.